സയനിസ്റ്റ് ഭീകരതയ്ക്കൊപ്പം ഡൊണാൾഡ് ട്രംപ് എന്ന മൂന്നാംകിട ബിസിനസ്സുകാരൻ്റെ ഒറ്റ ബുദ്ധി നയമാണ് ലോകം ഇന്ന് അനുഭവിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇറാനിലേക്ക് നടത്തിയ കടന്നുകയറ്റമടക്കം ട്രംപ് അധികാരമേറ്റ അന്നു മുതൽ നടത്തിയ നീക്കങ്ങളെല്ലാം വിപണിയെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തുക എന്നതാണ് പുതിയ ആക്രമണങ്ങളിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് 2 മാസം മുമ്പ് വെനിസ്വേലയിലേക്ക് കടന്നു കയറി അവിടുത്തെ എണ്ണ വ്യാപാരം അടക്കം കൈയടക്കിയത്. ഇതൊരു വിലയിരുത്തലാണ് കേട്ടോ. മറ്റൊന്നുണ്ട്, ഞങ്ങളെ അംഗീകരിക്കാത്തവരെ എല്ലാവരെയും ഈ മട്ടിൽ കൈയടക്കി വയ്ക്കുക എന്നുള്ളത്. കാരണം എണ്ണയൊക്കെ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് വാസ്തവമാണ്. അതായത് പിടിച്ചെടുക്കുന്ന എണ്ണ വിൽക്കാൻ വിപണി ഒരുക്കുക എന്നുള്ള ബിസിനസ് ഈ സമയത്തുണ്ടാവും. ആ ബിസിനസ് ബുദ്ധി ഉണ്ടാവും. ഇറാനെ കൂടി തങ്ങളുടെ വരുതിയിൽ നിർത്തുക അല്ലെങ്കിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് സമ്പൂർണ്ണമായി കൊണ്ടുവരിക എന്നുള്ള ആലോചനയുണ്ടാകാം. ലോകത്തെ എണ്ണ വിപണിയുടെ സിംഹഭാഗവും അങ്ങനെ പൂർണ്ണമായി കൈയടക്കി വയ്ക്കുക, എല്ലാം ആ ചൊൽപ്പടിയിൽ നിർത്തുക, അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുക. ഇതാണ് ട്രംപിൻ്റെ ബിസിനസ് തന്ത്രം. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കണ്ടറിയണം. കാരണം 4 ദിവസമായി തുടരുന്ന സംഘർഷം എന്നാണ്, 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന സംഘർഷം എന്നാണ് ഇതേക്കുറിച്ച് ആദ്യം വീമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 ആഴ്ചയായിട്ടുണ്ട്. അത് 4 മാസമാകുമോ 4 വർഷമാകുമോ, ഇനി എത്ര കാലത്തേക്ക് അത് നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇക്കാര്യത്തിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ ഇറക്കുമതിയുടെ 50% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഇന്ത്യയെ മോശമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി റഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കാമെന്നാണ് നമ്മുടെ കണക്കുകൂട്ടലെങ്കിലും അവിടെയും ഇന്ത്യക്ക് ഇനി കടമ്പകൾ ഏറെയുണ്ട്. അമേരിക്കയെ പിണക്കിക്കൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ എത്രത്തോളം തയ്യാറാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഇന്ത്യ റഷ്യയിലേക്ക് നീങ്ങിയാൽ ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നതും പ്രധാനമാണ്. പക്ഷേ ട്രംപിനെ കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നതാണ് രാജ്യം ആലോചിക്കേണ്ടത്. US-ഉമായി കരാറുണ്ടാക്കാൻ പോയ ഇന്ത്യക്ക് ഇനി പഴയ ഇളവുകൾ നൽകാൻ റഷ്യ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. പക്ഷേ റഷ്യ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ചായിരിക്കും ആ എണ്ണ കച്ചവടം നടത്തുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയുമെങ്കിലും ആശ്വസിക്കാം.